സഫാനെ എന്തോ എടാ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. നല്ല രസമുണ്ട്. നിന്റെ എല്ലാ വിഷമവും ഈ ഒരു എപ്പിസോഡ് ടെലികാസ്റ്റ് ആകുമ്പോൾ മാറും. പല ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും ഒക്കെ ഞാൻ ആലോചനകൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മളെ ഏത് സോങ്ങാ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ലുക്കൊക്കെ വെച്ച്? ഈ സിനിമ തന്നെ ഭയങ്കര ഒരു തരംഗം സൃഷ്ടിച്ചൊരു സിനിമയാണ്. അങ്ങാടി എന്ന് പറഞ്ഞ 1980 പുറത്തിറങ്ങി, ദാസേട്ടൻ പാടി, അതേപോലെ നമ്മുടെ ശ്യാം സാറ് സംഗീതം ചെയ്ത്, ബിച്ചു തിരുമല സാറിന്റെ ലിറിക്സ്. അതെ, അത് സഫാൻ പാടി പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നോക്കാം, അടിപൊളിയായിട്ട് പെർഫോം ചെയ്യൂ. ശ്യാം സാറിനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങാടിയിലെ ഈ പാട്ട് തന്നെ എല്ലാ കാലത്തും ഹിറ്റാ, എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. അപ്പം നന്നായിട്ട് പ്രസന്റ് ചെയ്യൂ. ഒരു വിഷ്വൽ ട്രീറ്റ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പാവാട വേണം, മേലാട വേണം, പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനങ്കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക്. പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനങ്കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക്. പഠിച്ച് ഉദ്യോഗം ഭരിച്ച് സുൽത്താന്റെ ഗവേൾ വരും. കിതാബ് പഠിച്ച് ഉദ്യോഗം ഭരിച്ച് സുൽത്താന്റെ ഗവേൾ വരും. അബുദാബിക്കാരൻ പുതുമണവാളൻ നിക്കാഹിനൊരുങ്ങി വരും. ഓൻ വിളിക്കുമ്പോ പറന്ന് വരും. അബുദാബിക്കാരൻ പുതുമണവാളൻ നിക്കാഹിനൊരുങ്ങി വരും. ഓൻ വിളിക്കുമ്പോ പറന്ന് വരും. പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനങ്കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക്. അല്ലാണി ഉമ്മ പൊല്ലാപ്പ് വേണ്ട, 5000 കൊടുക്കാം. അതിനൊപ്പം പണം അവൻ മഹറായി തന്നാൽ നിക്കാഹ് പൊടി പൊടിക്കാം. ആയിഷാന്റെ നിക്കാഹ് പൊടി പൊടിക്കാം. അതു കഴിഞ്ഞവനുമായി സുബക്കത്തിലിരിക്കുമ്പോ ഉമ്മാനെ മറക്കരുതേ, നീ കാനെ വെറുക്കരുതേ. പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനങ്കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക്. പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനങ്കിളിക്ക് ഇക്കാന്റെ കരളെ
അങ്ങനെ നമ്മളൊക്കെ സഫാൻ ഷഫീഖ് വരുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പ്രതീക്ഷിക്കാറുള്ളത് അതൊക്കെ നമുക്ക് കാണാൻ പറ്റിയെന്നുള്ളതാണ്. ഇതിൽ പൊളിച്ചടക്കിയ 1-2 പേരെ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. ഒന്ന് നമ്മുടെ ഉമ്മയുടെ ക്യാരക്ടർ, അതിൻ്റെ കാസ്റ്റിംഗ് അത് അടിപൊളിയായി. ഫിലു സൂപ്പറായി. ഞാൻ ഇടയ്ക്ക് ടെൻഷനായി. ഫിലു ശരിക്കും ഈ ഉമ്മമാരെ കൈയടിക്കത്തില്ലേ അതുപോലെ കൈയടിച്ചു. ആ ഗ്രൂപ്പിലേക്ക് പോയപ്പോൾ ഇനി ഡാൻസ് ചെയ്യാമെന്ന് ഞാൻ പേടിച്ചു. ഞാൻ ഭയന്നിട്ടേ അറിയാണ്ടെങ്ങാനും ഉള്ളിൽ നിന്ന് ഫിലു പുറത്ത് ചാടുമെന്ന്. പക്ഷെ ഫിലു അത് കൺട്രോൾ ചെയ്ത് അത് ഗംഭീരാക്കി. പിന്നെ അബുദാബിക്കാരൻ മണവാളൻ അടിപൊളിയായി. മണവാളൻ വന്നു, മണവാളൻ സൂപ്പറായി. മണവാളൻ ഇത് ഇടയ്ക്കൊക്കെ ഒരു ശീലമാക്കുന്നുണ്ടല്ലേ. സഫാന്റെ ബ്രദറാണ്. ഇത് കുറേ പേർക്ക് അറിയായിരിക്കും, എന്നാലും ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞതാണ്. പിന്നെ അവിടെ നിന്ന് തുടങ്ങുവാണെങ്കിൽ ശാലീന സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന, പണ്ട് നമ്മൾ ശോഭന മാമിനെയൊക്കെ കാണുന്ന പോലത്തെ ഒരു ലുക്ക് ഇന്ന് ഹെൻറിയൊക്കെ എനിക്ക് കാണാൻ പറ്റി. ഹെൻറി നല്ല രസമുണ്ട്. പിന്നെ നിതയുടെ സിസ്റ്ററാണ് അവിടെ ഉള്ളത്, നിതയുടെ കുഞ്ഞനുജത്തി. ഞങ്ങൾക്കിവിടെ അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ പ്രത്യേകിച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബാലതാരങ്ങൾ, അങ്ങനെ പറയായിരിക്കും നല്ലത്. ബാലതാരങ്ങളുടെ ആവശ്യം വന്നാൽ കാസ്റ്റിംഗ് ലിസ്റ്റിൽ ആദ്യമുള്ള ആളാണ്. പിന്നെ കൂടെ ഞങ്ങളുടെ ഡാൻസിങ് സ്റ്റാർ എന്ന് പറയാവുന്ന നമ്മുടെ അനൻ കൂടി ചേർന്നു. പിന്നെ മണവാളൻ. പിന്നെ ഇത് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് അമാനിക്കുട്ടി ഉള്ളത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരുക്കിയ ഒരു അടിപൊളി വിഷ്വലി കാണാനും എൻജോയ് ചെയ്ത് അവർ പെർഫോം ചെയ്തതാണ്. അൻവർക്ക, കമൻസ്. ഞാൻ ആ സിനിമയുടെ വിഷ്വൽസ് ഇങ്ങനെ മനസ്സിൽ കാണുക. പപ്പു ചേട്ടൻ്റെ തകർപ്പൻ പെർഫോമൻസ് അത് വിഷ്വലിൽ. ശ്യാം സാറിൻ്റെ പാട്ട് എന്നെ ഞെട്ടിച്ചതേ ഫിലു തന്നെയാണ് കേട്ടോ. ഇതൊരു കറക്റ്റ് ഉമ്മ തന്നെ, കറക്റ്റ് ഉമ്മുമ്മ. പിന്നെ നമ്മുടെ സഅദ് അല്ലേ? അതെ സായത് അല്ല, മനസ്സിലായില്ല ആളെ മനസ്സിലായില്ലെന്ന്. അബുദാബിക്കാരൻ പുതുമണവാളൻ മനസ്സിലായി. പുതുമണവാളൻ പക്ഷെ ഭയങ്കര ആക്റ്റീവാ. പക്ഷെ അക്ഷരങ്ങൾ കറക്റ്റ് പറയൂല. അത് മളവാണൻ പുതുമളവാണൻ അതോ പുതുമണവാളനാണ്. ഇപ്പൊ എനിക്കാ കൺഫ്യൂഷൻ. നീ ഞെരിച്ചടാ മോനെ, നീ കഴിഞ്ഞതില് പിന്നെ കോട്ടക്കെട്ടുള്ള പുതുമണവാളനായിരുന്നു. ഇപ്പോ അറബി വീണ്ടും എല്ലാരും മൊത്തത്തിലൊരു വിഷ്വൽ ട്രീറ്റ് അല്ലേ? എപ്പോഴും ഉള്ളതുപോലെ ഇപ്പോഴും സംഭവിച്ചു. പാട്ടും വളരെ മനോഹരമായിട്ട് പാടി. ഒരു ചേഞ്ച് മാത്രം ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പാവാട വേണം ഇങ്ങനെ പാടിട്ടെ ലാസ്റ്റിലൊരു ചെറിയ ചേഞ്ച് ഉണ്ട്. അത് കറക്റ്റ് പാടുമോ എന്ന് ഇങ്ങനെ ആലോചിച്ചത്. പാവാട വേണം അത് കറക്റ്റ് പാടി. മൊത്തത്തിൽ നല്ല കളർഫുള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച് അൻവർക്ക. ശബ്നം സഫ്വാൻ ആൻഡ് ടീം. എന്തോ അനിയനോട് ഞാൻ സംസാരിക്കുന്നില്ല കേട്ടോ, അറബി ശരിയാവൂല. ബാക്കി നമ്മുടെ മക്കളെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ബാക്കി നിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണം, സഫ്വാൻ്റെ അനിയനും നമ്മുടെ കുഞ്ഞു വാവ. അവള് എന്താണെന്നറിയോ, കാര്യം അറിയാണ്ട് ഇത്രയും പെർഫെക്റ്റായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. കാര്യം അവൾക്ക് അറിയില്ല എന്താ നടക്കുന്നതെന്ന്, പക്ഷേ അവളെല്ലാത്തിലും ഉണ്ടെന്നുള്ളതാണ്. അതാണ് എന്തായാലും ഒരുപാട് സന്തോഷം. പിന്നെ സഫാൻ പാട്ട് നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ആ ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും പാട്ടിലെല്ലാം വന്നിട്ടുണ്ട്. ദശാവതാരവും കഴിഞ്ഞില്ലേ? സാധാരണ ദശാവതാരം എന്ന് പറഞ്ഞ് നിർത്തും, ഇതിപ്പോ അതൊക്കെ കഴിഞ്ഞു. എന്താ പറയാന്നുള്ളതാണ്, അതുക്കും മേലെ. ഓക്കെ, എന്തായാലും അടിപൊളി. താങ്ക് യു സോ മച്ച്.